ഇവിടം വരെ വന്നിട്ടേ ഈ മേഘവും നോക്കി ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എണീക്കണ്ടേ, പോണ്ടേ? ഹലോ, ഗുഡ് മോർണിംഗ്. നല്ലൊരു മഴയോട് കൂടി നമ്മൾ ഇന്നത്തെ ദിവസത്തെ യാത്ര തുടങ്ങുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ മഴയാണ്. ചെറിയൊരു ശമനത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി നമ്മളുടെ വണ്ടി എല്ലാം ലോഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവരാണ് നമ്മൾ കണ്ട ആ പാട്ടുകാർ കേട്ടോ. സോ ടുഡേ ഐ ആം ലീവിങ്. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം. ഓക്കെ, നമ്മുടെ മീനുക്കുട്ടീനെ കണ്ടേ? മീനുക്കുട്ടി ഫുൾ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഫുള്ള് ലോഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. കുറേ നാളിന് ശേഷം അണിഞ്ഞൊരുങ്ങിയ പോലെയുണ്ട് കേട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങാനുള്ളൊരു ഭാഗ്യം മീനുക്കുട്ടിക്കില്ല. കാരണം മഴയൊന്ന് കുറഞ്ഞാലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും പോയോ. ഇനിയിപ്പോൾ നമ്മളുടെ റൈഡിങ് വീഡിയോസ് തുടങ്ങുകയാണ്. കാഴ്ചകൾ കളറാവട്ടെ അല്ലേ. മഴ കുറച്ച് കുറവ് വന്നു, നമ്മൾ പോവാണ്. അതിനിടയ്ക്ക് ഞാൻ കേരളത്തിൽ നിന്ന് തന്നെയുള്ള വയനാട്ടിൽ നിന്നുള്ളൊരു അച്ഛനെ തൊട്ടിപ്പുറയാണുള്ളത്. അപ്പോൾ അവരൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി അന്ന് അവരെ കുറച്ച് മലയാളി ആയിട്ടുള്ള ഫാദേഴ്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ബ്രദേഴ്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അവരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അച്ഛൻ്റെ കൂടെ ഞാനും പോവുകയാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ വണ്ടി കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമാണ് കേട്ടോ. ഞങ്ങൾ മൂക്കന്നൂരാണ് ബേസ്ഡ്. ഓക്കെ. അങ്കമാലിയിൽ ഞങ്ങളുടെ ജനറലേറ്റ് ഉണ്ട്. പിന്നെ ബ്രദർ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആണ്, ബ്രദർ ജോയ് കക്കാട്ടിൽ. കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാനിങ്ങനെ നോർത്ത് ഈസ്റ്റിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നാട്ടിലെത്തിയ പോലുള്ള ഒരു ഫീല് നമുക്ക് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും ഉണ്ടല്ലോ, കേരളം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്ത നമ്മുടെ കേരളത്തിലെ നേന്ത്രപ്പഴം എനിക്ക് ഇവിടെ വന്നത് പ്രകാരമായിട്ട് സമ്മാനമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ. കേരളം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ എപ്പോഴും നമ്മുടെ നാട്ടിലെ കപ്പ, അതുപോലെ തന്നെ വാഴ ഇപ്പൊ പറിക്കാനില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഒക്കെ ചെയ്യാറുണ്ട്. കേരളത്തിന്റെ വേറൊരു പതിപ്പാണ്. എല്ലാം ഉണ്ടാവും, കൊടംപുളി എല്ലാം ഉണ്ട്. ഓക്കെ. ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും ട്രാവൽ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാവുക. അപ്പം ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കുറേ വർഷങ്ങളായിട്ട് വിട്ടു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരാളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് വരിക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവർക്കൊക്കെയുള്ള സ്നേഹം അത് വളരെ എന്താ പറയുക, നമുക്കങ്ങോട്ട് വിവരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കയറാൻ ശ്രമിക്കുന്നത്. ബ്രഹ്മപുത്ര നദീനെ നമ്മൾ ക്രോസ് ചെയ്ത് അതിൻ്റെ വടക്ക് കരഭാഗം വഴിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മുമ്പോട്ടേക്ക് പോവുക. നേരെ വീണ്ടും ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന അരുണാചൽ എന്ന് പറയുന്നത് ശരിക്കും മലയുടെ മേലഭാഗമാണ്. അപ്പം അരുണാചലിൻ്റെ പല ഭാഗങ്ങളിലോട്ട് കയറെങ്കിൽ നമ്മൾ ഈ പ്ലെയിനിലോട്ട് ഇറങ്ങി വന്ന് ഈ പ്ലെയിൻ റോഡുകളിലൂടെ പോയിട്ട് വേണം ഓരോ മല വീണ്ടും വീണ്ടും കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് തേസ്പൂർ വരെ നമ്മൾ ഈ ഒരു പ്ലെയിൻ വഴി തന്നെയാണ് കേട്ടോ ഓടുക. ഇടയ്ക്കൊരു മഴ കിട്ടി, ഞാൻ സൈഡിൽ കയറി നിന്നു. കറക്റ്റ് നല്ലൊരു സ്ഥലം കിട്ടി. അല്ലായിരുന്നു ബോക്സൊക്കെ ഫുള്ള് നനഞ്ഞാൽ. ഇനിയിപ്പോൾ വീണ്ടും മഴ കുറഞ്ഞു, വീണ്ടും പോവാം. പതുക്കെ നമ്മൾ മലകളിലല്ലാതെ തേയില കൃഷിയൊക്കെ നടക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തേസ്പൂരിനോട് അടുത്ത് കേട്ടോ. നമ്മളെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വന്നു. ഹലോ, ഹായ്. നമസ്തേ. ഹായ്. ഹൗ ആർ യു? आई एम फाइन. ओके. घर किधर? अरुणाचल जा रहे हैं. हाँ, इटाना करता है. आप केरला से आए? केरला से आए. आइए. ജിയാഭരണി എന്ന് പറയുന്ന നദിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും നമ്മളുടെ ഭാരതപ്പുഴയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഫുള്ള് വരണ്ട് കിടക്കുകയാണ്. ഓൺ ദ വേയിൽ നമുക്കതാ ഒരു ഫെസ്റ്റിവൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ഒരു ആദിവാസി എന്ന് പറയുന്ന ട്രൈബുണ്ട്, ആദിവാസി ട്രൈബ്. അപ്പം അവരുടെ ഒരു മത്സരം, ഡാൻസ് മത്സരമാണ്. ജസ്റ്റ് നല്ല കളറ് കാണുന്നുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. തുടങ്ങിയിട്ടില്ല കേട്ടോ പരിപാടി. പോലീസുകാരൊക്കെ ഉണ്ട്, അതിനടുത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം.
സൈഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. তখন এই কমপ্লিট গানটা আমরা নাচিকে শেষ করব। ഇവിടെ ഉണ്ടല്ലോ ആദിവാസി ട്രൈബ് എന്ന് പറയുന്ന ആസാമിലുള്ളൊരു ട്രൈബാണ്. അപ്പം ഇവരുടെ ഒരു ഡാൻസ് ഫെസ്റ്റ് നടക്കുവാണ്. വർഷത്തിലൊന്നും ഇവിടെ ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടാവും. അതായത് പല ഗ്രാമങ്ങളിൽ നിന്നും പല ഗ്രൂപ്പുകളുണ്ട്. ജുമർ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഡാൻസ് ഉണ്ട്. ആ ഒരു നമ്മളുടെ ഈ തിരുവാതിരയ്ക്കില്ലേ അതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു മത്സരം നടക്കുകയാണ് ഇവിടെ. അപ്പം മത്സര വിജയികൾക്ക് ഇവിടെ എവർ റോളിംഗ് ട്രോഫി കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് ഉദ്ഘാടനത്തിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി. ഇവർ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാരി എന്ന് പറയുന്നത്. വൈറ്റ് ആൻഡ് റെഡ് കളറിലാണ് കേട്ടോ അതൊരു ഡിസൈൻ വരുന്നത്. അതിൻ്റെ ഇവിടെ കാണുന്ന പല ആൾക്കാരിലുണ്ടല്ലോ അവരെല്ലാം ജോലി ചെയ്യുന്നത് വന്നിട്ട് കേരളത്തിലാണ്. എന്നിട്ടിപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കേരളത്തിലെ വണ്ടിയും അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഞാൻ വന്ന് ഇറങ്ങിയ അവിടെ ഒരു ചങ്ങായി മലയാളമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ ഉണക്കാൻ വിട്ടു. ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞ് ഇവരിവിടുന്ന് ഡാൻസ് കളിച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോയി പിന്നീടാണ് കോമ്പറ്റീഷൻ തുടങ്ങുക എന്നാണ് കേട്ടോ പറഞ്ഞത്. ഡാൻസ് തുടങ്ങണമെങ്കിലുണ്ടല്ലോ സൂര്യൻ അസ്തമിക്കും, രാത്രിയാകും നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പണി പാടും. കാരണം നമുക്ക് എവിടെയെങ്കിലും താമസിക്കാനുള്ള സെറ്റപ്പ് നോക്കണ്ടേ. പ്രധാനമായിട്ടും ഈ ഒരു ആദിവാസി ലോകമായിട്ടുള്ള ആളുകൾ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ ആ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാനായിട്ട് പണ്ട് ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്ത് നമ്മളുടെ ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് പണിക്ക് വേണ്ടി കൊണ്ടുവന്നു. അവരുടെ പുതുതലമുറ ഇവിടെ കഴിയുന്ന അവരാണ് കേട്ടോ ഈ ഒരു ട്രൈബിൻ്റെ വിഭാഗമായിട്ട് പറയുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെയുള്ള ആളുകളാണ്. ഡേയുടെ ക്യാമ്പിങ് എന്തായാലും ഞാനുണ്ടല്ലോ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. പെട്രോൾ പമ്പിൽ അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ തീരുമാനമായി. നമ്മളിതാ ഇതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു സൈഡിൽ ഇവിടെ ടെൻ്റ് അടിക്കുന്നു. അവിടെ ചെറിയ ബൈക്കിനൊക്കെ പാർക്ക് ചെയ്യുന്നൊരു ചെറിയൊരു ഷെഡ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിക്കുവാണെങ്കിൽ രാത്രി മഴ പെയ്താലും വെള്ളം കയറില്ല. പക്ഷേ ഇവർ പറഞ്ഞ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നു. പക്ഷേ ഈ അടുത്ത് അതായത് ഇന്നലെ മിനിഞ്ഞാന്നൊന്നും മഴ പെയ്തിട്ടില്ല എന്ന് പറഞ്ഞ്. ആകാശവും ക്ലിയറാണ്, നക്ഷത്രമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ പേടിക്കാനില്ല. പമ്പിൽ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് തപ്പിപ്പോവാണ്. അല്ലെങ്കിൽ പിന്നെ അച്ഛന്മാർ തന്ന ഹലോ നേന്ത്രപ്പഴം ഉണ്ട് എൻ്റെ ഇരിപ്പ്, അത് വെച്ചായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എണീക്കണ്ടേ, പോണ്ടേ. ഇതാ ഇന്ന് രാവിലെ ഉണ്ടല്ലോ സൂര്യൻ ഉദിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയെന്ന് നോക്കുമ്പോൾ നല്ല മഴക്കാറ് കയറിയിട്ടുണ്ട്. എന്തായാലും ഭാഗത്തിന് മഴയൊന്നും പെയ്തില്ല കേട്ടോ. രാവിലെ അങ്ങ് ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ സൂര്യൻ്റെ ഒരു പ്രകാശം ഇങ്ങനെ വന്നതാണ്. അതിന് ശേഷമാണ് നമുക്ക് ആ മഴക്കാർ കയറിയിരിക്കുന്നത്. എന്തായാലും ഉറക്കം അടിപൊളിയായി. എൻ്റെ കണ്ണൊക്കെ കണ്ടങ്ങൾ ഇടിമിച്ചിരിക്കുന്നത്. ഒന്നും ഞാൻ സ്റ്റേഷൻ പിടിച്ചിട്ട് ഫുള്ള് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഒന്ന് കുളിച്ചായിരുന്നു. നല്ല ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ ഞാൻ ഉണ്ടല്ലോ ഈ ഒരു ഡോറ് ഞാൻ ടെൻറ്റ് തുറന്നിട്ടിട്ട് തല ഇങ്ങോട്ട് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. കാരണം ഇത് അടച്ചിട്ട് കിടക്കാനേ പറ്റത്തില്ല, നല്ലോണം പുഴുങ്ങുന്ന പോലെ. അങ്ങനെ പോയി ഞാൻ രാത്രിയിലൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഇടിമികക്കലൊന്നും മാറത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ച് റെഡിയായിട്ട് ഇവിടുന്ന് ഇറങ്ങാം. നമ്മുടെ ടെൻ്റൊക്കെ കഴിച്ച് കെട്ടി സെറ്റായി. ഞാനും ഒന്ന് എണീറ്റൊന്ന് കുളിയെല്ലാം കഴിഞ്ഞു ഫ്രഷായി. ഇനിയിപ്പം വീണ്ടും നമുക്ക് ഇന്നുണ്ടല്ലോ നമുക്ക് അരുണാചലിൻ്റെ ബോർഡറിലേക്ക് പിടിക്കണം. ഇവിടുന്ന് ബോർഡർ വലിയ ദൂരമൊന്നുമില്ല, ഒരു 50 കിലോമീറ്റർ അപ്പുറം മാത്രമേ ബോർഡറുള്ളൂ. പിന്നെ നമുക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ വായ എല്ലാവരും കയറിക്കോ. മെയിൻ ഹൈവേന്ന് നമ്മളിതാ ഒരു ഡീവിയേഷൻ എടുത്തു. നേരെ ഈ റോഡ് അരുണാചലിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഇറ്റാനഗർ വെറും 30 കിലോമീറ്ററും അതുപോലെ തന്നെ സീറോ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് 156 കിലോമീറ്റർ ദൂരെ അപ്പുറയാണ്. അസാമിൻ്റെ ബോർഡർ എത്തി. ഇതാ അരുണാചലിൽ ഇനിയിപ്പോൾ അക്കൗണ്ടേക്ക് അരുണാചലായി. ഇനിയിപ്പോൾ എവിടെ നിന്നാണോ ഇതിൻ്റെ പെർമിറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് കേട്ടോ നമുക്ക് പോണ്ട ILP മേക്ക് ചെയ്യുന്ന സ്ഥലമേ. ഇവിടെ പല ഡിസ്ട്രിക്റ്റുകളുണ്ട് അരുണാചലിൻ്റെ. അപ്പോൾ ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളാണ് നമുക്ക് പോകേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്കുള്ള ILP നമുക്ക് കിട്ടും. നമ്മുടെ ILP ഇതാ റെഡി ആയിട്ടുണ്ട്. 15 ദിവസത്തേക്കാണ് ILP കിട്ടിയിട്ടുള്ളത്. നമ്മളിത് അരുണാചലിലേക്ക് വീണ്ടും കയറി. 200 രൂപയാണ് കേട്ടോ എനിക്ക് ഇന്നർ ലൈൻ പെർമിറ്റിനായത്. ശരിക്കും തൊട്ടടുത്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം കിടക്കുന്നത് കൊണ്ടാണ് നോർത്ത് ഈസ്റ്റിലെ
ഓൾമോസ്റ്റ് സ്റ്റേറ്റുകളിലോട്ടൊക്കെ കയറുമ്പോൾ ഈ ഇന്നർ ലൈൻ പെർമിറ്റിൻ്റെ ആവശ്യം വരുന്നത്. കാരണം അവിടെ നിന്ന് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻ്റ് കയറി ഇവിടെയൊക്കെ താമസിച്ച് പിന്നീട് അത് ഇവിടെയുള്ള ആളുകൾക്കൊരു പ്രശ്നമായി മാറും എന്നുള്ളതൊക്കെ കൊണ്ടാണ് നമ്മളുടെ സൗത്ത് സൈഡിലൊന്നും ഇങ്ങനെയൊന്നും വേണ്ടാത്തത്. കാരണം നമുക്ക് അങ്ങനെ ത്രെറ്റണായിട്ടുള്ള ഒരു രാജ്യം നമ്മളുടെ സൈഡ് അടുത്തേക്കില്ല എന്നുള്ളതും നമുക്കവിടെ മൈഗ്രേഷൻ്റെ പ്രശ്നം മൈഗ്രേഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണ് കേട്ടോ. നിരകളും ഒക്കെ ഇതാ നമ്മളുടെ മുമ്പിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. ഇത് നമ്മളുടെ ഹിമാലയൻ റേഞ്ചിൻ്റെ ഫസ്റ്റ് തുടക്ക ഭാഗമാണ് കേട്ടോ. ഇറ്റാനഗറിലേക്ക് കയറി ആദ്യം തന്നെ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഞാൻ ഇരുത്തുറപ്പിച്ചത്. കാരണം നല്ല വെയിൽ, നല്ല ചൂടുവേ. ഇതാ ഒരു മലയുടെ മേലൊക്കെ കണ്ടെങ്കിൽ അതെല്ലാം ഇറ്റാനഗറിൻ്റെ ഭാഗങ്ങളാണ്. ഈ ഒരു അരുണാചലിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിൻ്റേതായ എല്ലാ തിരക്കും ഈ ഒരു ടൗണിനുണ്ട്. ശരിക്കും അത്യാവശ്യം വലിയ ടൗണാണ്, പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നുമുള്ള ഒരു ടൗണല്ലേ. ടൗണിൽ നിന്ന് ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് വിട്ടു കേട്ടോ. ഇതാ ഇവിടെ നിന്ന് പോകുമ്പോഴേ ഇതുണ്ടെങ്കിൽ ഇവിടുത്തെ മലകളൊക്കെ സാൻഡാണ്, മണൽ കൊണ്ടുണ്ടാക്കിയ മലകളാണ്. അതാണ് ഇവർ വെട്ടി വീതി കൂട്ടി എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അരുണാചൽ പ്രദേശിലൊക്കെ മണ്ണിടിച്ചിൽ എന്നുള്ളൊരു വാർത്തകൾ കേൾക്കുന്നില്ലേ. ഇങ്ങനെ മണ്ണ് വെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടിയാണ്ടിരിക്കുക. നോക്കി ഞങ്ങൾ റോഡ് ഡീവിയേഷൻ തിരിഞ്ഞു. നമ്മൾ ഇനിയുണ്ടല്ലോ സിറോ എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് പോവുകയാണ്. ശരിക്കും മല നമ്മൾ ഇനിയാണ് കയറാൻ തുടങ്ങുന്നത്. യഥാർത്ഥമായിട്ടുള്ള ഹിമാലയൻ റേഞ്ചസ് ശരിക്കും എന്താ പറയുക, ഉയരം കൂടുന്നതിനെയാണ് ഭംഗി കൂടിക്കൂടി വരിക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഉയരം മേലെ കയറാൻ വേണ്ടി നോക്കാം കേട്ടോ. ഉരുള് പൊട്ടി വന്നതാണ്. നമ്മളുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെയും മലയോര മേഖലകളിൽ ഉരുള് പൊട്ടാറുണ്ട് കേട്ടോ. മരമെല്ലാം ഇഞ്ച പരിവായിരിക്കുന്നത്. ഓടി നമ്മൾ കുറേ ഈ മരവാഴകളൊക്കെ നിൽക്കുന്ന, അത്യാവശ്യം നല്ല മഴ പെയ്യുന്ന മണ്ണിടിച്ചിലൊക്കെ ഉള്ള മലകളുള്ള ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ആയി തുടങ്ങിയേ. പിന്നെ ഇത് അങ്ങ് മലയുടെ മേലെ, നമുക്ക് പോകാനുള്ള മലയുടെ മേലേക്ക് കാർമേഘങ്ങളുണ്ട്. അവിടെയെല്ലാം കോടമഞ്ഞൊക്കെ കാണാനുണ്ട് കേട്ടോ. നമ്മൾ താഴേന്ന് ഇതാ മല കയറി മേഖലയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേങ്കിൽ മഴ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അത്യാവശ്യം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒന്നും കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ല. പിന്നെ ഉള്ളത് ഇതിൻ്റെ മേലെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമാണ്. എന്തായാലും നനഞ്ഞു. മല കയറി റെസ്റ്റോറൻറ്റ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അത് വർക്കിംഗ് ആണ് കേട്ടോ, വർക്കിംഗ് റെസ്റ്റോറൻറ്റാണ്. നൈസ്, നല്ലൊരു പൊസിഷനിൽ കിടിലം പോലത്തെ ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടം വരെ വന്നിട്ടേ ഈ മേഘവും നോക്കി ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. നോക്കിയാൽ നല്ല കിട്ടില്ല പോലത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം. അതുപോലെ തന്നെ ചൂടുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇവിടെ ഹട്ട് പോലെയൊക്കെ ഒരു ആക്കിയിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ നല്ലൊരു ബാർ കൂടിയുണ്ട്. ചായ വേണ്ടാത്തവർക്ക് ഇവിടെ ബിയറും ഹോട്ടും ഒക്കെ കിട്ടും കേട്ടോ. നല്ല മേഘത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അങ്ങനെ നമ്മൾ ലോകത്തിലെ ആളുകൾ വരാൻ കൊതിക്കുന്ന ആ ഒരു നാട്ടിലേക്ക് എത്തി. നാടിൻ്റെ പേരാണ് കേട്ടോ പൂസാന്ന്. ഇവിടെ വരുന്ന എല്ലാവരും പൂസാവുമെന്ന് തോന്നുന്നു. പൂസ, ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയാണ്. അല്ലെങ്കിലും അരുണാചലിൽ വരുന്ന ആൾക്കാർ നോർമലി പൂസാവും. കാരണം ഇവിടെ മദ്യത്തിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണല്ലോ. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിർത്തിയതാണ്. പക്ഷേങ്കിൽ ഇവിടെ ഫുഡില്ല. അപ്പോൾ ഇവിടെയുള്ള ഇഷ്ടം പോലെ ഇതുണ്ട്. കാരണം വലിയൊരു മാർക്കറ്റ് ഏരിയ ആണ്. ഇത് ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾ വെക്കുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും ഫ്രൂട്ട് ഐറ്റംസ്, നമ്മളുടെ പഴമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പഴമെല്ലാം തൂക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ ഇതിൻ്റെ പേര് കിവി ഈ ഒരു ഭാഗത്തുണ്ടാകുന്നതാണ്. അപ്പോൾ കിവി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ നമ്മളുടെ പൈനാപ്പിൾ ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നത്. നമ്മളുടെ ഐസ് പോലെ പൈനാപ്പിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു മേഖലയിലുള്ളതാണ്. പിന്നെ കരിമ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ഫ്രഷാണ് കേട്ടോ, ഫാം ഫ്രഷ്. ആപ്പിളും കിവിയൊക്കെ ഇവരുണ്ടല്ലോ ഇങ്ങനെ ഇവിടെ തൂക്കി ഇട്ടേക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അത് കണ്ടാൽ തന്നെ നമ്മുടെ വയറ് നിറയും, മനസ്സും. പൈസ കൊടുത്ത് വാങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. 4 കിലോമീറ്ററോട് പോയി കഴിഞ്ഞൊരു ടൗൺ ഉണ്ട്, അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. എനിക്ക് അത്ര വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കണ്ടപ്പോൾ ഒന്ന് ഞാൻ ഇറങ്ങിയതാണ്. എന്തായാലും ഉണ്ടല്ലോ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. 200 രൂപയാണ് കേട്ടോ നമ്മളുടെ കിവിക്ക്, 1 കിലോ കിവിക്ക് റേറ്റ് വരുന്നത്. പോകുന്ന വഴിക്ക് അത്യാവശ്യം ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി ക്യാമ്പ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ.
എനിക്ക് ഇവിടെ വന്നപ്പം കഴിക്കാനുള്ള ആഗ്രഹം മൊമോയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മൊമോ തൊപ്പി നടക്കുന്നത്. ഇവിടെ 2 കടയിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ചോദിച്ചു, അവിടെയൊന്നും മൊമോ ഇല്ല. എനിക്ക് ഇവിടെ കൂടി മൊമോ ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. ശരിക്കും ഉണ്ടല്ലോ, അരുണാചലിലെ മൊമോ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ അരുണാചൽ വരുവാണെങ്കിൽ മൊമോ ട്രൈ ചെയ്യണം. അറിയില്ലേ, വീണ്ടും നമ്മൾ മല കയറി തുടങ്ങിയേ. മൊമോ ഇന്ന് എവിടെയും കിട്ടാനില്ല. ഇതെല്ലാം നോക്കി ഞങ്ങൾ ഫുള്ള് ഈ മണലാണ്. സാൻഡ് സ്റ്റോൺസ് ഇല്ലേ, സാൻഡ് സ്റ്റോൺ എന്നൊക്കെ വേണം പറയാം. പക്ഷെ ഇവിടെ നോക്കിയത് വെള്ള കളർ മണല്, ഇതെല്ലാം മല അരിഞ്ഞ് വരുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ മൊമോ ഞാൻ തപ്പുന്നില്ല, എന്ത് കിട്ടിയാലും. മൊമോ ഹേ, ഓ ഗോഡ്, താങ്ക് യു. മൊമോ ഏതാണോ? എൻ്റെ ഇവിടെ മൊമോ ഉണ്ട്. ഹാഫ് പ്ലേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. 5 മൊമോ ഉണ്ടാവും. ഇതുണ്ട് നിങ്ങൾ മൊമോ ഉണ്ടാക്കുന്ന മെഷീൻ, മൊമോ മെഷീൻ റൈറ്റ്. നല്ല ഡിസൈനിൽ മൊമോ ആയി വരും. ഇതിൻ്റെ മേലേക്ക് പരത്തിയിട്ട് ഇതെങ്ങനെ പരത്തിയിട്ട് എടുത്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് മൊമോയുടെ മസാല നിറയ്ക്കും, പ്രസ് ചെയ്യും. ബാലൻസ് വന്നേക്കുന്ന സാധനം ഇതാ എടുത്ത് ഇങ്ങനെ മാറ്റും. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇതാണ്ടല്ല ക്ലിയർ ക്ലീൻ മൊമോ. നൈസ് ഫ്രണ്ട്സ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, വരാനുള്ളത് വഴിയിൽ തെങ്ങില്ല എന്നാണ് പറയുന്നത്. ഇത് ജിജു അച്ഛൻ. അച്ഛോ എത്ര വർഷമായി ഇവിടെ? ഞാൻ 6-7 വർഷമായി. 7 വർഷമായിട്ട് അച്ഛൻ ഇവിടെയാണ്. ആലപ്പുഴക്കാരനാണ്. ഞാൻ വെറുതെ ഇവിടെ നിന്ന് മൊമോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനെ കണ്ടത്. എന്തായാലും അച്ഛൻ നമുക്ക് വഴി ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ ഒരു വഴിയെ പോയി നോക്കട്ടെ. അച്ഛന് നാട്ടിൽ ആലപ്പുഴ അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫൊക്കെ? അടിപൊളി ലൈഫ്. ഇവിടെ എത്ര വർഷമായി എന്ന് പറഞ്ഞു? ഇവിടെ എത്ര വർഷമായി എന്ന് പറഞ്ഞു? 7 വർഷമായി. 8ാമത്തെ വർഷം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ? നല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താ പറയുന്നത്, ഒരുപാട് മാലീസ് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യരാണ്. നമ്മൾ എത്രമാത്രം അവർ സ്നേഹിക്കുന്നു അതിനുമാത്രം അവർ സ്നേഹിക്കും. തിരിച്ച് വെറുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളും അവർ പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്, വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു ലൈഫാണ്. ഓക്കെ, എന്തായാലും കണ്ടതിൽ സന്തോഷം. സന്തോഷം, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ടൊക്കെ ട്രാവൽ ചെയ്ത് നന്നായിട്ടൊക്കെ. എന്നെ വണ്ടി കണ്ടോണ്ട് വന്നതല്ലേ? കേലുണ്ട്. നമ്മുടെ മീനുക്കുട്ടീനെ കണ്ട് വന്നതാണ്. എന്നെ വണ്ടിക്ക് പേരുണ്ട് കേട്ടോ, മീനുക്കുട്ടി എന്നാണ് ആളുടെ പേര്. ഞങ്ങൾ 2 പേരും കൂടി കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എത്ര പെട്ടെന്നാണ് ഇത് മാറുന്നത്. യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ, അൺഎക്സ്പെക്റ്റഡ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ഹായ്, आपका भाषा में स्वागत कैसा बोलेगा? Albe hato. വെൽക്കം വെൽത്തെ. ഓക്കെ, ഹാട്ടോ. എനിക്കിവിടെ എന്തായാലും മൊമോ കഴിക്കാൻ നിൽക്കാൻ തോന്നിയത് വലിയ ഭാഗ്യമായി. അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛനെ കണ്ടുകൊണ്ട് തന്നെ ഉണ്ട് സീറോയിലുള്ള മറ്റൊരു അച്ഛൻ്റെ കോൺടാക്ട് കിട്ടി. ആ അച്ഛനാണ് അത്യാവശ്യം വലിയൊരു ട്രാവലറാണ്. ഈ ഒരു ഭാഗത്തെ പറ്റി അത്യാവശ്യം നല്ല ഐഡിയ ഉള്ളൊരു അച്ഛനാണ്. അപ്പോൾ അച്ഛനെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അരുണാചലിൻ്റെ കാഴ്ചകളൊക്കെ കിട്ടും. ചിന്തിച്ച് നോക്കിയാൽ ഇത്രയും സമയം വരെ എനിക്ക് എന്ത് ചെയ്യണം എന്താകും എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഇതാണ് യാത്ര എന്ന് പറയുന്നത്, അങ്ങനെയാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ വായോ നമുക്ക് നമ്മളുടെ യാത്രക്കാരൻ അച്ഛനെ കാണാം. ഓക്കെ, ബൈ ബൈ. അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. ഓ, എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു കാര്യമേ. എന്തായാലും ഉണ്ടല്ലോ, ആ ഒരു ചെറിയൊരു തണുപ്പുമുണ്ട്. കൂടാതെ പതുക്കെ പതുക്കെ നമുക്ക് പൈൻ മരങ്ങളൊക്കെ അങ്ങ് ദൂരെ മലയിലൊക്കെ ഉള്ളത് പൈൻ മരങ്ങളൊക്കെയാണ്, അതെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലം, നല്ലത് ആ ഒരു തണുപ്പുള്ള സ്ഥലമാണ് ഈ സിറോയ്ക്ക്. സിറോ ഇനി വെറും 13 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. വെൽക്കം ടു സിറോ. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ കയ്യോടെ ആളെ കേട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യാത്രക്കാരൻ അച്ഛൻ. നാട്ടിലെവിടെയായിരുന്നു ഫാദർ? ഞാൻ ഇടുക്കിയിലാണ്. ഓക്കെ, പേര് പറഞ്ഞില്ല. ഓക്കെ, മാത്തൂരെന്ന വീട്ടുകാര്. ഇവിടെ ഇപ്പോൾ സീറോ എന്ന് പറയുന്ന സ്ഥലത്ത്. നമ്മളിപ്പോൾ ആക്ച്വലി സീറോയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അച്ഛനോട് ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ അരുണാചലിൽ 5 വർഷം, സീറോയിൽ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞു. അപ്പം ഈ അരുണാചലിനെ പറ്റി കൂടുതൽ എന്താ പറയുക, ആഴത്തിൽ പഠിച്ച ഒരാളാണ് അല്ലേ? ചെറുതായിട്ട് കുറച്ച് ആഴത്തിലുണ്ട്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് ആയിരിക്കും ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവേ. എന്തായാലും ലെക്ക് പോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്തായാലും താങ്ക് യു ഫാദർ, കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇതാ അച്ഛൻ്റെ വണ്ടി ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നേരെ ഫോളോ.
ജസ്റ്റ് ഞാനൊന്നിങ്ങനെ പുറത്തേക്ക് പോയി. സിറോ ഉണ്ടല്ലോ, ഓൾഡ് ടൗണും ന്യൂ ടൗണും ഉണ്ട്. ഞാൻ വിശദമായിട്ട് അതൊക്കെ കാണിച്ചു തരാതെ. അങ്ങ് മഴവില്ലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടുണ്ടല്ലോ, ഇവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട്. ജസ്റ്റ് അവരെ കാണാനായിട്ട് വന്നതാണ്. ഞാൻ കണ്ടു. ആക്ച്വലി എൻ്റെ നാടിൻ്റെ അടുത്തുള്ളതാണ് അവിടുത്തെ ചേച്ചി, അറബിക്കാരിയാണ് അവിടുത്തെ ചേച്ചിയെ. ഞാൻ എല്ലാവരും വിശദമായിട്ട് നാളെ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും വലിയൊരു മഴ വരാൻ വേണ്ടി കൂടി പോകുന്നുണ്ട്. അപ്പം മഴയ്ക്ക് മുമ്പായിട്ട് ഇന്നത്തെ താമസത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്ന് സെറ്റപ്പ് ആക്കട്ടെ. ചെറിയൊരു മല ഇങ്ങനെ കയറി തുടങ്ങി. അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഹിമാലയൻ ഹെറിറ്റേജ് സി ആണോ കോംപ്ലക്സ്. വാ, വ്യൂ പോയിന്റ് ആണോ? അടിപൊളി. നല്ലൊരു കിടിലൻ പോലത്തെ വ്യൂ പോയിന്റ് ഏരിയ ആണ്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതില്ലായിരുന്നു. ഇത് മുഴുവൻ നെൽപ്പാടമാണോ? സീറോ വാലി, ഓൾഡ് സീറോ എന്ന് പറയുന്നത് സീറോ വാലിയുടെ ഒരു ഭാഗമാണ്. ഇതാണല്ലേ സീറോ വാലി എന്നപ്പോൾ? വാ, ഈ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന അന്നേരപ്പോൾ എവിടെയാ? വരുന്ന വഴിക്കായിരുന്നു. ആ, നമ്മൾ പാസ് ചെയ്താൽ പോകണം. ഈ കണ്ടത്തിൽ തന്നെ? ഈ കണ്ടത്തിലാ? ഇതല്ല, വേറൊരു മുട്ടക്കുന്ന ആണോ? പാകണ്ട് പോലത്തെ 2 മുട്ടക്കുന്നുകളുണ്ട്. ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ ബാമ്പു വെച്ചിട്ട് സ്റ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. ഓക്കെ. ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മലയുടെ മേലെ നല്ലൊരു കിട്ടില്ലം പോലത്തെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഓൾഡ് സിറയിലുള്ള ഏറ്റവും ടോപ്പിലുള്ള എന്താ പറയുക, എൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന കാസോ റിസോർട്ട് എന്ന് പറയുന്ന ഏരിയ ആണ്. അച്ഛാ, ഈ ഏരിയയെ പറ്റി 2 വാക്ക്. ഇത് ഓൾഡ് സീറോയിലാണുള്ളത്. മിഹിൻ തക്കർ എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ ലോക്കൽ ഒരു ആളുടെ ഒരു പൈൻ തോട്ടമായിരുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? ഇത് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനെ ഇവർ പല രീതിയിൽ കൊമേഴ്ഷ്യൽ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഗെയിം സോൺ ഉണ്ട്, കോൺഫറൻസ് ഹാൾ ഉണ്ട്, സ്നൂക്കർ സ്പേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ, വീഡിയോ ഗെയിം സോൺ ഉണ്ട്, കുട്ടികൾ കളിക്കാനുള്ള പാർക്കുണ്ട്. പിന്നെ ഇത് തന്നെ ഹോട്ടൽസ് ആയിട്ട് 3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മുകളിൽ ട്രൈബൽ കുസിൻസ് മാത്രമേ ഉള്ളൂ. തൊട്ട് താഴെ ഒരു കഫറ്റേരിയ ആണ്. ട്രൈബൽ ഫുഡ്സ് ഉണ്ട് ഇവിടെ. അതെ, ഇതിൻ്റെ അടിയിലത്തെ നിലയിൽ ഇന്ത്യൻ വെസ്റ്റേൺ ബാക്കിയുള്ള എല്ലാം ഉണ്ട്. ഓക്കെ, എന്തായാലും അവർ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ശരിക്കും ഇവിടെ നിന്നുണ്ടല്ലോ രാവിലെയുള്ള വ്യൂ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ജസ്റ്റ് രാത്രിയുടെ ഒരു വ്യൂ അല്ല, വൈകുന്നേരത്തിൻ്റെ ഒരു വ്യൂ ഇതുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണും. അപ്പം ഒന്ന് സിറോനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് തലോടി പോകാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. വിശദമായി സിറോനെ കാണിച്ചു തരും. നല്ല ചൂട് ചായ എല്ലാം ഈ ഒരു വ്യൂവിൽ വന്നിരുന്ന് കുടിക്കാനായിട്ട് നൈസാണ് കേട്ടോ ശരിക്കും. നോക്കിയേക്കണേ, ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ അപ്പത്താനി എന്ന് പറയുന്ന ട്രൈബ്. ഇത് ഈ ഒരു ഏരിയയിലെ സ്പെഷ്യൽ ട്രൈബാണല്ലോ ഇവരുള്ളത്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഇവരെ. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ എങ്ങനെ മൂക്കിൽ ഇതൊക്കെ വെച്ചേക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ജസ്റ്റ് ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള റെസ്റ്റോറൻറ്റിൽ വന്ന് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള എന്തിട്ട് ചോദിച്ചാൽ മാങ്കോട്ടിയോ? അത് ഇവിടുത്തെ സ്പെഷ്യലാണോ? എല്ലായിടത്തും കിട്ടുന്നത്. ഓക്കെ, നല്ല എന്താ പറയുക ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഓ, ഇത് പൈൻവുഡ് അല്ലേ? പുറത്ത് നല്ല ബ്ലൂയിഷ് കളറൊക്കെ വന്നിട്ട് ഭയങ്കര ക്യാമറ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ കാണുന്ന അത്രയും ബ്ലൂയിഷ് നമ്മൾ കാണുന്നില്ല കേട്ടോ. ചായ വന്നപ്പോഴത്തേക്കും പുറത്ത് ഇരുട്ടായെങ്കിലും അത്യാവശ്യം നമ്മളൊരു ചായ അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുകയാണ്. എന്തായാലും ഈ ഒരു അപ്പത്താനി ട്രൈബിനെ പറ്റി ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ട്രൈബിനെ കാണുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങളോട് പറയാവേ. ഇപ്പോൾ എന്തായാലും മാംഗോ ടീ ഒന്ന് കുടിക്കട്ടെ. നമ്മൾ നേരെ അച്ഛൻ്റെ റൂമിലോട്ട് പോവാണ്. അത് കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ഇറങ്ങാം. വിശദമായ കാഴ്ചകൾ എന്തായാലും ഇനി മുതൽ അങ്ങോട്ടേക്ക് ഞാനൊന്ന് തപ്പി പിടിക്കട്ടെ കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് സ്പെഷ്യലായിട്ടുള്ളത്. അച്ഛൻ കുറേ സ്പോട്ടുകളും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയി. അതുകൂടാതെ ഇവിടെ അല്ലാണ്ട് ഇനിയും അങ്ങോട്ടേക്ക് നമുക്ക് കുറേ കാഴ്ചകൾ കാണാനായിട്ടുള്ളതുണ്ട്. അതുകൂടി കേട്ടപ്പോൾ ഞാൻ കുറേയും കൂടി എക്സൈറ്റഡ് ആയി. സോ ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മുടെ കാഴ്ചകൾ കളർ കൂടുതലാകാൻ പോകുകയാണ് എന്നുള്ളതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. അയ്യോ, അവിടെ നല്ല മോശമാണ് കേട്ടോ. ഓക്കെ,
അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി. ഇതാണ് കേട്ടോ എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി തന്ന റൂം. ഇവിടെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ താമസിക്കുന്നതാണ്. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കുഞ്ഞു കാഴ്ച? നമുക്ക് ചെറിയ കാഴ്ചകളായിരുന്നു, പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോണ്ടാക്റ്റ് നമുക്ക് കിട്ടുകയും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പുതിയ സ്ഥലങ്ങളുടെ പുതിയ കാഴ്ചകളുടെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് അറിയാനും ഒക്കെ കിട്ടും. ആ ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കൊക്കെയുള്ള യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ മാക്സിമം കാണുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പുകൾ, ഞാൻ പണ്ടൊക്കെ പറയാറുള്ള പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ ഉണ്ടാവും എല്ലാവരും. കമൻറ്റൊക്കെ ചെയ്യണേ. സ്നേഹം മാത്രം. ബൈ ബൈ.